ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. അവിടെ ഇതാണ് സംവിധായകൻ. ഐശ്വര്യമായിട്ട് തുടങ്ങിയാട്ടെ സാറേ. ഒരുപാട് പേരുടെ കയ്യൊപ്പ് പതിഞ്ഞ മുതുകാണ്. എന്റെ മുതുകത്ത് കൈവച്ചവരാരും ഇതേപോലെ മോശമായി പോയിട്ടില്ല. അഖിലൊക്കെ എടുക്കുന്ന പോലത്തെ ഭാരിച്ച പണിയൊന്നും എടുക്കാത്ത അതുകൊണ്ടാണ്. അഖില കണ്ട ഭാരിച്ച പണി. എന്താണ് ഭാരിച്ച പണി എന്നറിയോ? എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എടാ നീ പലതന്തയ്ക്ക് പറഞ്ഞവനെ, എനിക്കൊറ്റ തന്തേ ഉള്ളൂ, എനിക്കൊരു വാക്കേ ഉള്ളൂ അച്ഛൻ്റെ അടുത്ത്. ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞ ഒരു വെയിറ്റ് ഈ അഖില് ഒരേ സമയം പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരേ സമയം പല പാർട്ടിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഒരേ സമയമല്ലേ? ഒരേ സമയമല്ല, പഠിക്കാൻ വേണ്ടിയായിരുന്നു. അതെ അതെ, ഒരു ലൊക്കേഷനിൽ ചെല്ലും, ചാൻസ് ഇല്ലാന്ന് പറയും, അടുത്ത ലൊക്കേഷനിലേക്ക് ഓടും, ഓട്ടം തന്നെ ഓട്ടം. അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ ഒരു മാച്ച് ആവാതെ വരുമ്പോൾ ഇതിലേക്ക് പോകും. എനിക്കറിയാമോ, ഞാൻ തോട്ടപ്പള്ളിയിലല്ല, ആറാണിമുറ്റത്തെയാ. BJP-യിൽ ചേരാൻ എനിക്ക് ഒരു തടസ്സവും ഇല്ല. അവനെ ഒരു സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. അവരോടൊപ്പം കൂടാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പൊ എന്ത് വൃത്തിയോട് പറഞ്ഞാലും ചെയ്യണം, ഇല്ലെങ്കിൽ അവന്മാരെന്നെ തല്ലിക്കൊല്ലും. നമുക്ക് എല്ലാവരും അപ്പൊ നമ്മൾ എപ്പോഴും ഈ പലർക്കും പറ്റുന്ന കുഴപ്പം, നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ പഠിച്ചിട്ടേ പറയാം. അതെ, അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. എതിരാളിയുടെ കരുത്ത് തിരിച്ചറിഞ്ഞിട്ട് അയാളെ അഭിനന്ദിച്ചുകൊണ്ട് മത്സരിച്ച് ജയിക്കും. എന്തിനാണ് ആക്ഷേപിക്കുന്നത്? അപ്പൊ ഇതോ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത്, രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. ഈ നിമിഷം മുതൽ അളിയനാണ് എന്റെ ഗുരു, ഈ വീടാണ് എന്റെ ഗുരുകുലം. വട്ട് വേണമല്ലോ സാർ. യുവമാരാ നിന്നെ കൊണ്ട് കിടന്ന് ചീത്തയാക്കണേ. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? നമുക്ക് ആരെ സപ്പോർട്ട് ചെയ്യാം? സപ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഒന്നും പഠിക്കണം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം. ഇല്ലാച്ച കടയോടെ വിഴുതെറിയാ, അത്ര തന്നെ. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.